ഹായ് യൂട്യൂബ്. എന്താടാ ഇത് രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? ഈ എപ്പിസോഡിൽ നമുക്ക് കോൺസ്റ്റൻസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാ വേരിയബിൾ എഴുതാൻ വേണ്ടി നമ്മൾ ഇൻറ്റിജർ a ഈക്വൽസ് ടു 10 എന്നൊക്കെ എഴുതും. ഓക്കെ, ഇതൊരു സാധാ വേരിയബിളാണ്. വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. a ഈക്വൽസ് ടു 5 എന്നും കൊടുക്കാം എനിക്ക്. അപ്പോൾ ഞാനിത് പ്രിന്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് അറിയാം. ഇവിടെ 5 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ഇനിഷ്യലി കൊടുത്ത വാല്യൂ ആയിരിക്കില്ല വരുന്നത്. 5 വന്നു. ഇനി നമ്മൾ കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിക്കാം. കോൺസ്റ്റന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂവിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അതായത് നമുക്ക് പിന്നീട് അത് വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വേരിയബിൾ നമുക്ക് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് ഒരു കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ആഡ് ചെയ്യണം. ഓക്കെ, ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ആഡ് ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ആയി മാറും. കോൺസ്റ്റന്റ് വേരിയബിൾ മീൻസ് അത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എറർ കാണാം. നോക്കിയേ, ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എക്സ്പ്രഷൻ മസ്റ്റ് ബി എ മോഡിഫയബിൾ എൽ വാല്യൂ. എൽ വാല്യൂ എന്താ, ആർ വാല്യൂ എന്താന്ന് നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ നമുക്കിപ്പോൾ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതാണ് ഈ കോൺസ്റ്റന്റിന്റെ അഡ്വാൻറ്റേജ്. സോ നമുക്ക് ആക്ച്വലി കോൺസ്റ്റൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കോൺസ്റ്റൻസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, സാധാ വേരിയബിളും കോൺസ്റ്റന്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഏരിയ ഓഫ് എ സർക്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് സർക്കിൾ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ പൈ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. പൈ നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്, അത് ഒരിക്കലും മാറുന്നില്ല. അതിന്റെ വാല്യൂ നമുക്കറിയാം 3.14. ആക്ച്വലി ഡെസിമൽ പ്ലേസ് ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ 3.14 എന്ന് പറഞ്ഞ് ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്തു, പൈ വാല്യൂ. അപ്പോൾ നമുക്ക് ഇനി റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ റേഡിയസ് ഇൻപുട്ട് ചെയ്യുന്നു. റേഡിയസ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റിജർ റേഡിയസ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ റേഡിയസ് ഇൻപുട്ട് ചെയ്യുന്നു കൺസോളിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇത് പൈ ആർ സ്ക്വയർ കണ്ടുപിടിക്കാം, അതായത് ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ പൈ ടൈംസ് റേഡിയസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇതാണ് സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് റൺ ചെയ്താൽ നമുക്ക് ആദ്യം ഇൻപുട്ട് കൺസോളിൽ നിന്ന് ഇൻപുട്ട് റേഡിയസ് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ 12 കിട്ടിയത് കാണാം, പൈ ആർ സ്ക്വയർ കിട്ടിയത് കാണാം. സോ ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ പൊതുവെ കോൺസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ C++ പ്രോഗ്രാമിന് അറിയാം ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഇതൊരിക്കലും മാറാൻ പോണില്ല എന്ന്. അപ്പോൾ C++ പ്രോഗ്രാമിന് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി കമ്പൈൽ ടൈമിലോ അല്ലെങ്കിൽ റൺ ടൈമിലോ ഡയറക്ട്ലി അതിന് നേരത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ വാല്യൂ. ഓക്കെ, ഇതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ ആ കോൺസ്റ്റന്റ് വാല്യൂ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സാധാ വേരിയബിൾ ആണെങ്കിലോ അത് അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എപ്പോൾ വേണമെങ്കിലും വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു എക്സാമ്പിൾ. ഇനി നമുക്കൊരു ക്ലാസ് വെച്ച ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഞാനൊരു ക്ലാസ് സ്റ്റുഡൻറ് എഴുതുന്നു. ക്ലാസ് സ്റ്റുഡൻറ്, ഇതിനകത്ത് ഞാൻ ജസ്റ്റ് 2 വേരിയബിൾസ് കൊടുക്കുന്നു, ഇൻറ്റിജർ എയും ഇൻറ്റിജർ ബിയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു സിംഗിൾ വേരിയബിൾ കൊടുക്കുന്നു, ഇൻറ്റിജർ എ. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഒരു പ്രിന്റ് ഫംഗ്ഷനും കൊടുക്കുന്നു. ഓക്കെ, വോയിഡ് പ്രിന്റ്. അതായത് വോയിഡ് പ്രിന്റ് എന്താ ചെയ്യുന്നത്, ഈ എനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് സി ഔട്ട് എ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു. അപ്പം ഞാൻ ഇത് പബ്ലിക് ആക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇത് സ്ട്രക്റ്റ് ആക്കാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു പബ്ലിക് ആണ്. ഇനി ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, സ്റ്റുഡൻറ് പോയിന്റർ ആയിട്ട് ഉണ്ടാക്കാം. സാക്ക് ഈക്വൽസ് ടു ന്യൂ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഈ സാക്കിനകത്ത് പ്രിന്റ് കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ്ലി വാല്യൂ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇനിഷ്യലൈസർ ലിസ്റ്റ് പോലെ വാല്യൂ കൊടുക്കുന്നു, a ഈക്വൽസ് ടു 10 എന്ന്. എന്നിട്ട് ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ 10 ഔട്ട്പുട്ട് വന്നത് കാണാം, റൈറ്റ്? ഇനി ഞാനിവിടെ ഈ വേരിയബിൾ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾ ഞാൻ ഒരു കോൺസ്റ്റന്റ് ആക്കുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് ഞാനിത് റൺ ചെയ്യുന്നു. നമുക്കിവിടെ ഔട്ട്പുട്ടായി. കാരണം നമ്മളിവിടെ കോൺസ്റ്റന്റ് വേരിയബിൾ ഇവിടെ തന്നെ ഡയറക്ട്ലി 10 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ ഞാൻ 10 എന്ന് കൊടുത്തില്ല, ഞാനത് റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് റൺ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എറർ ആണ് കിട്ടുന്നത്. കാരണം കോൺസ്റ്റന്റ് വേരിയബിൾസ് എപ്പോഴും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അതിപ്പോൾ നമ്മൾ സാധാ വേരിയബിൾ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ സാധാ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റിജർ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഈ ബി പ്രിന്റ് ചെയ്യാൻ നോക്കിയാലും ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് വേരിയബിൾ ബി റിക്വയർസ് ആൻ ഇനിഷ്യലൈസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് വേരിയബിൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അത് ഇനിഷ്യലൈസും ചെയ്യണം. അതാണ് കോൺസ്റ്റന്റ് വേരിയബിളിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്
ക്ലാസ്സിലും ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് അപ്പം തന്നെ ഇനിഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ എറർ ത്രോ ചെയ്യും കൺസ്ട്രക്ടറിൽ. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സ്റ്റുഡന്റ് കനോട്ട് ബി റെഫറൻസ്, അതായത് ഇങ്ങനത്തെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമുക്ക് എറർ കാണിക്കുന്നുണ്ട്, സ്റ്റുഡന്റ് പ്രൊവൈഡ്സ് നോ ഇനിഷ്യലൈസർ ഫോർ കോൺസ്റ്റന്റ് മെമ്പർ. അതായത് ഇതിന് വേണ്ടി ഒരു ഇനിഷ്യലൈസർ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വാല്യൂ കൊടുക്കാൻ നോക്കിയാലോ, ഇവിടെ അകത്ത് തന്നെ ഇനിഷ്യലൈസ് ചെയ്യും. നമുക്കറിയാം കൺസ്ട്രക്ടർ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ റൺ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാല്യൂ കൊടുക്കാൻ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല. എക്സ്പ്രഷൻ മസ്റ്റ് ബി എ മോഡിഫയബിൾ വാല്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിതെങ്ങനെ ഇതിനകത്ത് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വാല്യൂ പാസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും? അതിനു വേണ്ടിയാണ് നമുക്ക് ഇനിഷ്യലൈസർ ലിസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു ക്ലാസിന്റെ എപ്പിസോഡ് പഠിച്ചപ്പോൾ. അപ്പോൾ ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ച് എനിക്ക് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇനിഷ്യലൈസർ ലിസ്റ്റിന് കോളം ഇട്ടിട്ട് നമ്മുടെ മെമ്പർ വേരിയബിൾ കൊടുക്കുക, എന്നിട്ട് അതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇൻറ്റിജർ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നു. ആ പാരാമീറ്റർ എനിക്കിവിടെ ഡയറക്റ്റ് അസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 10 പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് റൺ ചെയ്ത ഔട്ട്പുട്ട് 10 കാണാം. അപ്പം ഇങ്ങനെയാണ് കോൺസ്റ്റൻസ് മെമ്പർ വേരിയബിൾസ് ആകുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. ഈ കോൺസ്റ്റന്റ് എപ്പോഴും ഒപ്റ്റിമൈസേഷന് ഹെൽപ്ഫുൾ ആവുന്നതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം എല്ലായിടത്തും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെയും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് പാരാമീറ്റേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ പാരാമീറ്റർ ഉണ്ടെങ്കിലും അതിനൊക്കെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമുക്ക് പാസ് ചെയ്യാം. കോൺസ്റ്റന്റ് മീൻസ് നമ്മളിവിടെ ഒന്നും ചേഞ്ച് ചെയ്യണില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ആണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നത്. ബട്ട് മാക്സിമം കോൺസ്റ്റന്റ്സ് ഉപയോഗിക്കാൻ നോക്കുക, കാരണം അത് ഒപ്റ്റിമൈസേഷന് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് അതുപോലെ തന്നെ വേരിയബിൾസ് മാത്രമല്ല ഫംഗ്ഷൻസും കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പക്ഷേ ഞാൻ ഒരു സാധാ ഫംഗ്ഷൻ ആണ് ഇടുന്നത്. ഇപ്പോൾ വോയിഡ് സം ഞാനിവിടെ കോൺസ്റ്റന്റ് ഇൻറ്റിജർ എ കോൺസ്റ്റന്റ് ഇൻറ്റിജർ ബി എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് റിട്ടേൺ a+b. ഓക്കെ, നമുക്കറിയാം ഇതൊരു സാധാ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ഫംഗ്ഷനിൽ ഞാൻ കോൺസ്റ്റന്റ് കോൾ ചെയ്യാൻ നോക്കിയാൽ ഇവിടെ പറ്റില്ല. ഇവിടെ എ ടൈപ്പ് ക്വാളിഫയർ ഈസ് നോട്ട് അലൗഡ് ഓൺ എ നോൺ മെമ്പർ ഫംഗ്ഷൻ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിനകത്തുള്ള, അതായത് ഇവിടെ നോൺ മെമ്പർ ഫംഗ്ഷനിൽ ഒരിക്കലും നമുക്ക് കോൺസ്റ്റന്റ് ആക്കാൻ പറ്റില്ല, പക്ഷെ ക്ലാസ്സിനകത്തുള്ള ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആകും. ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ മെമ്പർ വേരിയബിൾസ് ഒരിക്കലും ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ നോൺ മെമ്പർ ഫംഗ്ഷൻ കമന്റ് ഔട്ട് ചെയ്യുന്നു. ഇനി ഞാനിപ്പോൾ ഇവിടെ ഈ പ്രിന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കിയല്ലോ, ഇവിടെ നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഈ കോൺസ്റ്റന്റ് ഇവിടുന്ന് എടുത്തു കളയുന്നു. ഇതൊരു സാധാ മെമ്പർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക, പക്ഷെ ഞാൻ ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷനകത്ത് ഞാൻ ഇതിന്റെ വാല്യൂ മാറ്റാൻ നോക്കുമ്പോൾ നമുക്ക് എറർ കിട്ടുന്നത് കാണാം. എക്സ്പ്രഷൻ മസ്റ്റ് ബി എ മോഡിഫയബിൾ എൽ വാല്യൂ. അതെന്തുകൊണ്ട് അങ്ങനെ? ഞാനിവിടെ ഈ കോൺസ്റ്റന്റ് കീവേഡ് അല്ലല്ലോ, ഇതൊരു സാധാ മെമ്പർ വേരിയബിൾ ആണ്. പക്ഷെ എന്നിട്ടും ഇവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ കോൺസ്റ്റന്റ് ആണ്. ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആകുന്നതിന്റെ അർത്ഥം, അതായത് നമുക്ക് ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഈ വേരിയബിൾസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്നാണ് ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഉപയോഗം. ഞാനിത് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എനിക്കിത് ഡയറക്ട്ലി ഇവിടെ മോഡിഫൈ ചെയ്യായിരുന്നു, ഇത് റൺ ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കുന്നതോടെ എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇത് ഓവർകം ചെയ്യാം. നമുക്ക് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ കീവേഡ് ഒക്കെ ഉണ്ട്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷനകത്തും ആ കീവേഡ്, ആ വേരിയബിൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള പെർമിഷൻ ഉണ്ട്. അതാണ് മ്യൂട്ടബിൾ കീവേഡ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്, അതാണ് കോൺസ്റ്റന്റ് കാസ്റ്റ്. കോൺസ്റ്റന്റ് കാസ്റ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കോൺസ്റ്റന്റ് കാസ്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കോൺസ്റ്റന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഇടുക, എന്നിട്ട് നമ്മൾ ആംഗുലർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ ടൈപ്പ് കൊടുക്കുക, ഏത് ടൈപ്പിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യൂഷ്വലി ഇത് റെഫറൻസസിനും പോയിന്റേഴ്സിനും വേണ്ടിയാണ് നമ്മൾ കാസ്റ്റിംഗ് ഉപയോഗിക്കണം, കോൺസ്റ്റന്റ് കാസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റിജർ റെഫറൻസ് ആയിട്ട് ഇത് കാസ്റ്റ് ചെയ്യുന്നു. ഇനി ഇത് റൺ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ 90 വരുന്നത് കാണാം. ഔട്ട്പുട്ട് 90 വന്നു. ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്തും വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിനകത്ത് സാധാ വേരിയബിൾസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് അത് യൂഷ്വലി റെക്കമെൻഡഡ് അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻസ് യൂഷ്വലി കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഈ സെറ്റേഴ്സിനകത്തും ഗെറ്റേഴ്സിനകത്തൊക്കെ ഉപയോഗിക്കും. ഞാനൊരു സാധാ ഒരു ഗെറ്റർ എഴുതുവാണ്. ഇപ്പോൾ വോയിഡ് ഗെറ്റ് എ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഗെറ്റർ എഴുതി. അപ്പോൾ ഗെറ്റ് എ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജസ്റ്റ് എന്റെ വേരിയബിൾ ഗെറ്റ് ചെയ്യും. അപ്പോൾ ഗെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റിട്ടേൺ ടൈപ്പും വാല്യൂവിന്റെ റിട്ടേൺ ടൈപ്പ് ആയിരിക്കും. ഇൻറ്റിജർ ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു ഓപ്പറേഷനും നടക്കുന്നില്ല. അതായത് ഈ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് വേണമെങ്കിൽ
കോൺസ്റ്റന്റ് ആക്കാം, റൈറ്റ്? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് കോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ റിട്ടേൺ ടൈപ്പിലും എനിക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗെറ്റർ എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ സെറ്റർ എഴുതുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സെറ്റ് എ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യണമെന്ന് അറിയാം. അപ്പം ഞാൻ ഒരു സെറ്റർ എഴുതി. സെറ്ററിനകത്ത് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും, കാരണം നമ്മൾ ജസ്റ്റ് വാല്യൂ സെറ്റ് ചെയ്യുന്നുള്ളൂ, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സെറ്ററിനകത്ത് പക്ഷെ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ദിസ് ആരോ എ ഈക്വൽസ് ടു ന്യൂ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, റൈറ്റ്? പക്ഷെ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യും, ക്ലാസിന്റെ മെമ്പറിനകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ സെറ്റർ ഫംഗ്ഷൻസ് നമുക്ക് കോൺസ്റ്റന്റ് ആക്കാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പക്ഷെ നമുക്കിവിടെ പാസ് ചെയ്യുന്ന വാല്യൂ വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിന്റെയും ഒരു വർക്കിംഗ്. അപ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വോയിഡ് സം ഫംഗ്ഷൻ നമ്മൾ എഴുതിയല്ലോ, ഈ സം ഫംഗ്ഷനിൽ റിട്ടേൺ a + b ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഇത് കമന്റ് ഔട്ട് ചെയ്യുന്നു. ഇത് ഞാൻ ആ സം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് cout സം ഓഫ് 5,4 എന്ന് പറഞ്ഞ് ഞാൻ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ എറർ കിട്ടുന്നു, റിട്ടേൺ a + b. കാരണം ഇവിടെ എറർ നോക്കിയാൽ കാണാം, റിട്ടേൺ വാല്യൂ ടൈപ്പ് ഡസ് നോട്ട് മാച്ച് ദ ഫംഗ്ഷൻ. കാരണം ഇവിടെ ഇൻറ്റിജർ ടൈപ്പാണ് വേണ്ടത്. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 9 കിട്ടുന്നത് കാണാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ റിട്ടേൺ ടൈപ്പും കോൺസ്റ്റന്റ് ആക്കാം, കോൺസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഇത് നോക്കിയേ, ഇവിടെ നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ എത്ര കോൺസ്റ്റൻസ് എഴുതിയെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ വാല്യൂ പാസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, എയും ബിയും. അത് നമ്മളിവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ വാല്യൂ റിട്രീവ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടോ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കും, റൈറ്റ്? അതാണ് ഇവിടെ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ ഇവിടെ നോർമൽ വേരിയബിളിലേക്കാണ് ഇത് റിട്രീവ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അത് നോർമൽ വേരിയബിളിലേക്ക് റിട്രീവ് ചെയ്യും. അതെനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഒരു കോൺസ്റ്റന്റിലേക്ക് തന്നെ തിരിച്ചെടുക്കാനും പറ്റും. എന്നിട്ട് എനിക്ക് അതും പ്രിന്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് cout c ഇങ്ങനെയും പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്താലും ഔട്ട്പുട്ട് 9 തന്നെ കിട്ടും. ഓക്കെ, പക്ഷേ ഇനി ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ നോക്കുന്നു. ഇൻറ്റിജർ അറേ ഓഫ് 10 എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ അറേക്കകത്ത് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറേ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുത്താലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കോൺസ്റ്റന്റ് ഇൻറ്റിജർ q ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ആ q ഇവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, നോക്കിയേ, നമുക്ക് ഇങ്ങനെയും അറേ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ കോൺസ്റ്റന്റ് അല്ല കൊടുക്കുന്നതെങ്കിൽ നോക്കിയേ, നമുക്കിവിടെ എറർ ആണ് കിട്ടുന്നത്, അല്ലേ? ഇവിടെ നോക്കിയേ, വാല്യൂ ഓഫ് വേരിയബിൾ q cannot be used as a constant. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറേയിൽ കമ്പൈൽ ടൈമോ അല്ലെങ്കിൽ റൺ ടൈമോ നമുക്കൊരു വേരിയബിൾ വെച്ച് അറേ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിലും നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയും കോൺസ്റ്റൻസി യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അത് നമുക്കറിയാം റിട്ടേൺ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ഇൻറ്റിജർ ആണ്. ഞാനിവിടെ ഈ അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ സം ഫംഗ്ഷൻ അതിനകത്ത് കോൾ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ 5,5 എന്ന് തന്നെ കോൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നോക്കി, നമുക്ക് എറർ ആണ് കിട്ടുന്നത്. നോക്കി, ഇവിടെ ഹോവർ ചെയ്താൽ എന്താ കാണിക്കുന്നത്? എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് എ കോൺസ്റ്റന്റ് വാല്യൂ, കനോട്ട് കോൾ നോൺ കോൺസ്റ്റ് എക്സ്പ്രഷൻ ഫംഗ്ഷൻ സം. നമ്മളിവിടെ കോൺസ്റ്റന്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, പക്ഷെ എന്നിട്ടും ഈ ഫംഗ്ഷനിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കതിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് കോൺസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് വേറൊരു കോൺസ്റ്റന്റും ഉള്ളത്. ഈ കോൺസ്റ്റന്റ് എക്സ്പ്രഷനും കോൺസ്റ്റന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റന്റ് യൂഷ്വലി കമ്പൈൽ ടൈം ഓർ റൺ ടൈം ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കോൺസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴും കമ്പൈൽ ടൈമിൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. കോൺസ്റ്റന്റ് എക്സ്പ്രഷന്റെ കീവേഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റ് EXPR എന്ന് പറഞ്ഞ് ആഡ് ചെയ്യും. അപ്പൊ കോൺസ്റ്റ് എക്സ്പ്രഷൻ എന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ നോക്കിയേ, നമുക്ക് എറർ പോയി. അതായത് ഇത് കമ്പൈൽ ടൈമിലായിരിക്കും, പക്ഷെ ഇതിന്റെ വാല്യൂ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പൈലർ തന്നെ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സം ഓഫ് 5,5 10 ആണെന്ന് പറഞ്ഞ് കമ്പൈൽ ടൈമിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അസൈൻ ആവും. അതാണ് കോൺസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നതിന്റെ ഗുണം. ഇപ്പൊ കോൺസ്റ്റ് എക്സ്പ്രഷന് കുറച്ച് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ കോൺസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യാം, കോൺസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാം. ഇതാണ് കോൺസ്റ്റും കോൺസ്റ്റ് എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇനിയിപ്പോൾ ചുമ്മാ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ജസ്റ്റ് കോൺസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറെയും കോൺസ്റ്റന്റ് കീവേഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കി, കോൺസ്റ്റന്റ് അല്ലാണ്ട് കോൺസ്റ്റ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, കോൺസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, കോൺസ്റ്റ് ഇനിറ്റ് ഉണ്ട്, കോൺസ്റ്റ് കാസ്റ്റ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വേറെ ഇനിറ്റും എക്സ്പ്രഷനും ഇവാലുവേറ്റും ഇത് തമ്മിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇവാലുവേഷനും ഇനിറ്റും ആക്ച്വലി C++20 ആഡ് ചെയ്തതാണ്. ഇതിന്റെയൊക്കെ ഡിഫറൻസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ
applies to object immutability can also be added to non-static member functions. ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ കണ്ട കോൺസ്റ്റന്റും കോൺസ്റ്റന്റ് എക്സ്പ്രഷനും. നോക്കിയ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ബോത്ത് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് കമ്പൈൽ ടൈം. കോൺസ്റ്റ് ഇനിറ്റ് നോക്കിയാൽ അത് സിൻസ് C++20 ആണ്. ഇതും അപ്ലൈ ടു വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ ആൻഡ് കോൺസ്റ്റന്റ് ഡിസ്ട്രക്ഷൻ അത് മാൻഡേറ്റ് ചെയ്യുന്നു. ഇപ്പൊ കോൺസ്റ്റ് ഇവാലുവേറ്റ് നോക്കിയാലും അപ്ലൈഡ് ഓൺലി ടു ഫംഗ്ഷൻസ്. കോൺസ്റ്റ് ഇവാലുവേറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഫോഴ്സ്ഫുള്ളി കമ്പൈൽ ടൈം ആകും ഫംഗ്ഷൻ ഇവാലുവേഷൻ. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പം ഞാനിവിടെ കോൺസ്റ്റ് ഇവാലുവേഷൻ യൂസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഇവിടെ എറർ ആണ് കിട്ടുന്നത്. ദിസ് ഡിക്ലറേഷൻ ഹാസ് നോ സ്റ്റോറേജ് ക്ലാസ് ഓർ ടൈപ്പ് സ്പെസിഫയർ. ഇങ്ങനെ ഒരു കീവേഡ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്ത് ജനറൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നമ്മളിവിടെ C++ ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ISO C++14 ആണ്. നമുക്കറിയാം കോൺസ്റ്റ് ഇവാലും കോൺസ്റ്റ് ഇനിറ്റും ഒക്കെ C++20 ഉള്ളത്. അപ്പം നമുക്ക് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് തന്നെ C++20 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കോൺസ്റ്റ് വാല്യൂ ഇപ്പോൾ യൂസ് ചെയ്യാം. നമുക്കിവിടെ ഡയറക്റ്റ് ഇവിടെ അറേനകത്തും കോൺസ്റ്റ് വാല്യൂ യൂസ് ചെയ്യാം. കോൺസ്റ്റ് വാല്യൂം കോൺസ്റ്റ് എക്സ്പ്രഷനും ജസ്റ്റ് ബേസിക് ഡിഫറൻസ് ഉള്ളൂ. കോൺസ്റ്റ് വാല്യൂ ഫംഗ്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഫോഴ്സ്ഫുള്ളി ഫംഗ്ഷനെ കമ്പൈൽ ടൈം എക്സിക്യൂഷൻ ആകും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ കോൺസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കോൺസ്റ്റൻസും പോയിന്റേഴ്സും തമ്മിലുള്ള കുറച്ച് ഫംഗ്ഷനാലിറ്റി പഠിക്കാം. കാരണന്മാര് നമ്മളെ പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലാണ്ട് ഉഴപ്പാനായിട്ടല്ല.